ഫ്രണ്ട്സ്, വീണ്ടും കണ്ണൂർ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ തളിപ്പറമ്പിലുള്ള ദേശീയപാതയോരത്തെ പൂക്കോത്ത് നടയിൽ എത്തിയിട്ടാണുള്ളതട്ടാ. പൂക്കോത്ത് നടയിൽ നടക്കുന്ന മഹോത്സവ വീഡിയോ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഹോത്സവവും കഴിഞ്ഞു, അതിനുശേഷം നാട് തണ്ടൽ ചടങ്ങും കഴിഞ്ഞു. അതിനുശേഷം നടക്കുന്ന മീനം 5-ന്റെ ക്ഷേത്രച്ചിറയിൽ വെച്ച് നടക്കുന്ന ആറാട്ട്, ഭഗവാന്മാരുടെ ആറാട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ചന്തയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴും അവിടെ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും. മീനം 5-ന്റെ ആറാട്ട് കഴിഞ്ഞതിന് ശേഷം മീനം 6-ന് നടക്കുന്ന ഭഗവാന്മാരുടെ കൂടിപ്പിരിയലിന് ശേഷം മാത്രമേ ഉത്സവം സമാപിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ മീനം 5-ന്റെ ആറാട്ട് കാണാനാണ്. അപ്പോൾ മുളങ്ങേശ്വരം ശിവക്ഷേത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇത് തൃശ്ശംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് പൂക്കോത്ത് നടയിൽ മഹോത്സവം നടക്കുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മുളേശ്വരം ശിവക്ഷേത്രം, അങ്ങനെ ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ടു. അതിനുശേഷം ഞങ്ങൾ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം കണ്ടു. പിന്നീട് നേരെ ഞങ്ങൾ പോയതെന്ന് വിചാരിച്ചാൽ ക്ഷേത്ര ചിറയുടെ ഭാഗത്തേക്കാണ്. അവിടെ വെച്ചാണ് ഭക്തിസാന്ദ്രമായ ഈ ഒരു ആറാട്ട് ചടങ്ങ് നടക്കുന്നത്. നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഭക്തരെയൊന്നും കണ്ടിട്ടില്ല. ഈ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ക്ഷേത്രവും ചിറയും എല്ലാം ഉണ്ടായിരുന്നത്. ഒരുക്കങ്ങളെല്ലാം അവിടെ നടത്തിയിട്ട് കാണാം. പീഠം, വിളക്ക്, തിരുമേനിമാരെല്ലാം അവരുടേതായ ചടങ്ങുകളിൽ മുഴുകിക്കഴിഞ്ഞു. കുളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ ഒരു സമയമാകുമ്പോഴേക്കും കുറച്ച് ആളുകളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രച്ചിറക്ക് ചുറ്റും ആളുകൾ ഇങ്ങനെ പതുക്കെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കാണുന്നില്ലേ നിങ്ങൾ? ക്ഷേത്ര ചിറയിൽ നേരത്തെ കണ്ട പോലെയല്ല, ഇപ്പം നല്ല ആളുകൾ വന്നു കഴിഞ്ഞു. ക്ഷേത്ര നടയിൽ നിന്നും പ്രത്യേക വാദ്യങ്ങളും ഗോവിന്ദാവിളികളുമായി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഭഗവാന്മാരുടെ വിഗ്രഹങ്ങൾ ക്ഷേത്രച്ചിറയിലെത്തി ആദ്യമൊന്ന് പലതരം ചടങ്ങുകൾക്കും പൂജകൾക്കും ശേഷം ആറാടിക്കും. പിന്നീട് മഞ്ഞൾ പൂശി രണ്ടാമത് ഒന്നുകൂടി ആറാടിക്കുന്ന ചടങ്ങാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ഭഗവാന്മാരുടെ വിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും. തുടർന്ന് അങ്ങോട്ടേക്ക് തിരുമേനിമാരുടെ പൂജകളും അതുപോലെ തന്നെ ആറാടിക്കൽ ചടങ്ങുമാണ്. മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക.
അതിലെ കൂടെ